ഇന്നത്തെ നമ്മുടെ കുറച്ച് ചെടികൾ കണ്ടാലോ. ചെടിത്തോട്ടം, എൻ്റെ കുഞ്ഞു ചെടിത്തോട്ടം, അത് കുറച്ച് ചെടികൾ, കുറച്ച് മുളക്, പൂത്താറായിട്ടുണ്ട് കേട്ടോ. നോക്കി കാണാം, ഇതിലും ചെറിയ ചെറിയ പൂക്കൾ വന്നു തുടങ്ങി. ഈ പയർ പോയി എന്ന് നമ്മൾ വിചാരിച്ച പയറാണേ. മുകളിൽ ഇരുന്നപ്പോഴത്തേക്കും വലിയ കാര്യമായിട്ട് അതിന് വെള്ളമോ വളമോ ഒന്നും കൊടുക്കാൻ പറ്റാതെ അങ്ങനെ അത് പോയി എന്ന് വിചാരിച്ചാണ്. പക്ഷെ ഇങ്ങോട്ടേക്ക് എടുത്തു വെച്ചപ്പോഴത്തേക്ക് അത്യാവശ്യം വെള്ളവും വെളിച്ചമൊക്കെ ചെന്നപ്പോഴത്തേക്കും അതിന് വീണ്ടും പൂത്തി തുടങ്ങി. ഈ ചെടി എന്താണെന്ന് അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ പല ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടാവും, പല കറികളിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ചെടി എന്താ, അത് നമ്മൾ കഴിഞ്ഞ ദിവസം ബണ്ണിങ്സിൽ നിന്ന് മേടിച്ചൊന്ന് നട്ട ചെടിയാണേ. അപ്പോൾ എന്താണെന്ന് അറിയുന്നവർ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇത് നമ്മളൊരു വെള്ളരി നട്ടതാണ്. പക്ഷേ ഈ വെള്ളരി അത്ര നന്നായിട്ടുണ്ടായി ഒന്നുമില്ല, പക്ഷേ നമ്മൾ നിരാശപ്പെടുത്തിയിട്ടില്ല. എന്തോ കൂട്ടുകാരെ, ഒരു ചെറിയ വെള്ളരി. അയ്യോ, കണ്ടൊടിഞ്ഞു തോന്നോ? ഇല്ല. അപ്പതേ ഇത് തീരെ ചെറുതാട്ടോ, ഒരു ചെറിയ ചെറിയ വെള്ളരിക്കാണ്. പക്ഷെ ഇത് കറി വയ്ക്കുന്ന വെള്ളരിയാണേ. പിന്നെ ഇതിൽ ദേ ഒരു ചെറുതും കൂടെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ വെള്ളരിയുടെയൊക്കെ ഒരു സീസൺ കഴിയാറായി, അപ്പോൾ അതുകൊണ്ട് കുറേയൊന്നും ഇതിലുണ്ടാവില്ല. അതിനു മുമ്പ് ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് നമ്മൾ കുറച്ച് കോവലം നട്ടേക്കുന്നതാണേ. അത് പൊടിച്ചിട്ടില്ല, പൊടിച്ചു വന്നിട്ടില്ല, അത് കിളുത്ത് വരുന്നേ ഉള്ളൂ. പിന്നെ ഇതെന്ത് ചെടിയാണെന്ന് ആർക്കെങ്കിലും അറിയോ? ഇത് പക്ഷെ മണ്ണിലല്ല നിൽക്കുന്നത്. നമ്മൾ മണ്ണിൽ നട്ടിട്ട് നമുക്ക് സ്ഥലം കുറവാണ്, അത് നമ്മൾ പറിച്ച് കളഞ്ഞേക്കുന്നതാണ്. അപ്പോൾ ഇത് മണ്ണിലല്ല, ചുമ്മാ ചാരി വെച്ചേക്കോ, എന്നിട്ടും അത് പോയിട്ടില്ല. പിന്നെ ഇത് നമ്മുടെ നാട്ടിലെ, എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പേര് ഗന്ധരാജൻ എന്നാണ് തോന്നുന്നു. ഇതിൽ പൂവിനൊക്കെ നല്ല മണമുണ്ട്. അപ്പോൾ ഇവിടെ മമ്മി പറയുന്നത് കേട്ടു ഇതിൻ്റെ പേര് ഗന്ധരാജൻ എന്നാണ്. പൂവില്ല, നല്ല വെള്ള പൂവാണ് ഇതിനുണ്ടാവുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ചെടി വിശേഷങ്ങൾ.